നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ NTSE 2020-21 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനു വേണ്ടി 2 ഘട്ടങ്ങളിലായി സ്റ്റേജ് 1 സ്റ്റേറ്റ് ലെവലിലും സ്റ്റേജ് 2 നാഷണൽ ലെവലിലും നടത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. സ്റ്റേറ്റ് ലെവൽ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ NTSE 2020-21 സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അഥവാ SCERT ആണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്ന പരീക്ഷയാണ് NTSE പരീക്ഷ. മിനി സിവിൽ സർവീസ് പരീക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന പഠനകാലം മുഴുവൻ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. സ്റ്റേറ്റ് ലെവൽ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് കേന്ദ്രീകൃത വിദ്യാലയം, നവോദയ വിദ്യാലയം, അംഗീകൃത സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുൻ വർഷത്തെ 9ാം ക്ലാസ്സിൽ 55% മാർക്കിൽ കുറയാതെ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് NTSE പരീക്ഷ എഴുതാനുള്ള യോഗ്യത. SC/ST വിഭാഗക്കാർക്ക് 50% മാർക്ക് മതിയാകും. NTSE പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 250 രൂപയും SC/ST വിദ്യാർത്ഥികൾ 100 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷിക്കുന്ന രീതി SCERTയുടെ വെബ്സൈറ്റായിട്ടുള്ള www.scert.kerala.government.in എന്നറിയപ്പെടുന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ: ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 10%, ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 7.5% സംവരണം ലഭിക്കുന്നതാണ്. OBC വിഭാഗത്തിൽ റിസർവേഷന് അർഹതയുള്ളവർ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. OBC വിദ്യാർത്ഥികൾക്ക് 27% റിസർവേഷന് അർഹതയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് തെളിയിക്കുന്ന ആസ്തി വരുമാന സർട്ടിഫിക്കറ്റ്. EWSന് 10% റിസർവേഷന് അർഹതയുണ്ട്. അംഗപരിമിതർക്ക് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ PDF രൂപത്തിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. NTSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീയതികൾ: 17/10/2020 മുതലാണ് NTSEയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 16/11/2020 5 മണി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. NTSE പരീക്ഷാ നടപടിക്രമങ്ങൾ NMMS പരീക്ഷ പോലെ തന്നെ 2 പാർട്ടുകളായിട്ടാണ് NTSE പരീക്ഷയും നടക്കുന്നത്. പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് MAT പരീക്ഷയും പാർട്ട് 2 സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് SAT പരീക്ഷയുമാണ് നടക്കുന്നത്. SATനും MATനും 100 ചോദ്യങ്ങൾ വീതമായിരിക്കും ഉണ്ടാവുക. 120 മിനിറ്റ് ആയിരിക്കും ഓരോ പാർട്ടിൻ്റെയും അനുവദിച്ച സമയം. 40% മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. SC/ST PWD വിഭാഗം വിദ്യാർത്ഥികൾക്ക് 32% മാർക്ക് മതിയാകും. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. NTSE പരീക്ഷയുടെ സിലബസ്: പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധിക്കുന്ന 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക.
120 മിനിറ്റ് ആയിരിക്കും സമയം. ഈ വിഭാഗത്തിൽ ചോദ്യങ്ങളിൽ സാദൃശ്യം കണ്ടെത്തൽ, വർഗീകരിക്കൽ, സംഖ്യാശ്രേണികൾ, പാറ്റേണുകൾ തിരിച്ചറിയൽ, മറഞ്ഞിരിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവ ഉൾപ്പെടും. അതുപോലെ പാർട്ട് 2 സാറ്റ് പരീക്ഷയിലും 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സാറ്റ് പരീക്ഷയുടെ സിലബസ് 9ാം ക്ലാസ് വരെയുള്ളതും 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം എക്സാം വരെയുള്ളതുമായ കേരള സിലബസിൻ്റെയും CBSE സിലബസിൻ്റെയും മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതും പ്രസ്തുത വിഷയങ്ങളുടെ ഉയർന്ന തലത്തിലുള്ള ചിന്താ പ്രക്രിയ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഭാഷേതര വിഷയങ്ങളായിട്ടുള്ള ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സയൻസ് വിഭാഗത്തിൽ നിന്നും അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നും 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും മാത്തമാറ്റിക്സിൽ നിന്നും 20 മാർക്കിൻ്റെ ചോദ്യങ്ങളും സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, സിവിക്സ്, എക്കണോമിക്സ് എന്നിവയിൽ നിന്നും 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷ നടക്കുന്നത് 13/12/2020 പാർട്ട് 1 മാറ്റ് പരീക്ഷ 10 മണി മുതൽ 12 മണി വരെയും പാർട്ട് 2 സാറ്റ് പരീക്ഷ 1:30 മുതൽ 3:30 വരെയുമാണ് നടക്കുന്നത്. ഡിസേബിൾഡ് കാൻഡിഡേറ്റിന് അരമണിക്കൂർ വീതം കൂടുതൽ സമയം അനുവദിക്കുന്നതായിരിക്കും. സ്റ്റേജ് 1 സ്റ്റേറ്റ് ലെവൽ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം പരീക്ഷ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് 2 നാഷണൽ ലെവൽ പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത ലഭിക്കുന്നതാണ്. ഈ പരീക്ഷയും ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് 1250 രൂപ വീതം ഓരോ മാസവും +1, +2 കാലഘട്ടത്തിലും 2000 രൂപ വീതം ഓരോ മാസവും അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠന കാലയളവിലും അതുപോലെ PhD ചെയ്യുന്ന സമയത്ത് UGC അനുവദിക്കുന്ന സ്കോളർഷിപ്പും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ NTSE പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വിജയം കൈവരിക്കുക. താങ്ക് യു.